പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തക്ക മറുപടി നൽകിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 79ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുടർച്ചയായ 12ാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് പ്രധാനമന്ത്രി നടത്തിയത്. उन्यासीवां स्वाधीनता दिवस समारोह भारत का तिरंगा शान से लहरा है। ऑपरेशन सिंदूर के वीर जाबाजों को सैल्यूट करने का अवसर मिला है। हमारे वीर जाबाज सैनिकों ने दुश्मनों को उनकी कल्पना से परे सजा दी है। इस अपील को पहलगाम में सीमा पार से आतंकियों ने आकर के 103 മിനിറ്റാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. ഏത് ഭീഷണിയെ നേരിടാനും ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആത്മനിർഭർ ഭാരതാണ് ഇന്ത്യയുടെ വഴി. സാങ്കേതിക വിദ്യയിൽ രാജ്യമേറെ മുന്നേറി ഇന്ത്യ ലോക വിപണിയെ ഭരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. യുവജനതയ്ക്കായി 1 ലക്ഷം കോടിയുടെ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. വിശദാംശങ്ങളുമായി വിനയ PS ചേരുന്നുണ്ട്. വിനയ, രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? സൈമ പറഞ്ഞതുപോലെ 103 മിനിറ്റ് നീണ്ട ഒരു ദൈർഘ്യമേറിയ പ്രസംഗം ഇത്തവണ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നടത്തുകയുണ്ടായി. അതായത് ഇന്ന് വരെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു പ്രധാനമന്ത്രിയുടെ ചെങ്കോട്ടയിലെ പ്രസംഗം എന്നുള്ള ഒരു റെക്കോർഡ് കൂടി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം, അതായത് 2024 അദ്ദേഹം 98 മിനിറ്റ് നീണ്ട ഒരു പ്രസംഗമാണ് ചെങ്കോട്ടയിൽ നടത്തിയത്. അതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം. ആ സ്വന്തം റെക്കോർഡ് തന്നെ മറികടന്നുകൊണ്ട് 103 മിനിറ്റ് നീണ്ട ഒരു പ്രസംഗം അദ്ദേഹം നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ 12ാമത്തെ തവണ തുടർച്ചയായിട്ട് ഈ ചെങ്കോട്ടയിൽ നിന്ന് സ്വാതന്ത്ര്യദിന അഭിസംബോധന നടത്തുക വഴി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡും അദ്ദേഹം മറികടന്നു. ഇനി അദ്ദേഹത്തിന് മുന്നിലുള്ളത് 17 പ്രസംഗങ്ങൾ ചെങ്കോട്ടയിൽ നിന്ന് നടത്തിയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ ആ റെക്കോർഡ് മാത്രമാണ്. അതോടൊപ്പം തന്നെ സൈമ സൂചിപ്പിച്ചതുപോലെ GSTയിലുള്ള പരിഷ്കരണം, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ പ്രധാനമന്ത്രി ഈ 103 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ പരാമർശിക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ GSTയിൽ വരുന്ന പരിഷ്കരണം. രാജ്യത്തെ ജനങ്ങൾക്ക് ദീപാവലി ബൊനാൻസയായി, ദീപാവലി സമ്മാനമായി ഈ GST പരിഷ്കരണം വരുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് പല വസ്തുക്കളുടെയും GST വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കപ്പെടും. അതോടൊപ്പം തന്നെ പല വസ്തുക്കളുടെയും GST 0 പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപയോഗമുള്ള വസ്തുക്കളുടെ GSTയിലാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുക എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇത് ഉപകാരപ്പെടുക മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾക്കായിരിക്കും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതലുള്ള ഒരു വിഭാഗം കൂടിയാണ് മധ്യവർഗം. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂട്ടിച്ചേർത്തത്, രാജ്യത്തെ 25 കോടി ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാൻ വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളിലൂടെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിന് കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സുപ്രധാനമായ കാര്യം അദ്ദേഹം പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞത്, യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു റോസ്ഗാർ യോജന അദ്ദേഹം ഇന്ന് ഈ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് 1 ലക്ഷം കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്തെ 3.5 കോടി യുവജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഒരു ആൾ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ അയാൾക്ക് 15,000 രൂപ സ്റ്റൈപ്പൻഡ് ഇനത്തിൽ സർക്കാരിൽ നിന്ന് ലഭിക്കും. ഈ പദ്ധതിയാണ് ഈ 1.5 ലക്ഷം കോടി രൂപയുടെ പദ്ധതി
പദ്ധതിയായിട്ട് ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഈ പദ്ധതിയിലുള്ളത്. അതാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പ്രധാനമന്ത്രി ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറഞ്ഞത് മിഷൻ സുദർശന ചക്ര എന്നുള്ള കാര്യമാണ്. നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തെല്ലാം തന്നെ വലിയ തോതിലുള്ള ഒരു സൈനിക ശക്തി ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തിരുന്നു. അതിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയിൽ ഊന്നിയായിരിക്കും മിഷൻ സുദർശന ചക്ര വികസിക്കപ്പെടുക എന്നു കാര്യം കൂടി പ്രധാനമന്ത്രി ഈ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി വിനയ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് PS വിനയായിരുന്നു.